കാത്തിരിപ്പുകൾക്ക് ശേഷം ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ആ പേര് കാണുന്നു. സഞ്ജു സാംസൺ, അതും ഓപ്പണിംഗിലെ രണ്ടുപേരിൽ ഒരാൾ. പക്ഷേ അധിക നേരം ആ കളിക്കളത്തിൽ തുടരാൻ സഞ്ജുവിന് സാധിച്ചില്ല. രണ്ടാം T20-ൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇടം പിടിച്ച സഞ്ജു ആരാധകർക്ക് നൽകിയത് നിരാശയാണ്. നേരിട്ട ആദ്യ പന്തിൽ തന്നെ സഞ്ജു ഔട്ടായി. ഇതോടെ ആരാധകരും നിരാശയിലായി. അവസരം കിട്ടുമ്പോൾ എന്തുകൊണ്ട് സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോകുന്നു എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും നിറഞ്ഞു. കഴിഞ്ഞ ദിവസം സഞ്ജു ടീമിൽ എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ടീമിലെ ഉപനായകനായ ശുഭ്മാൻ ഗില്ലിന് മാച്ചിൽ കളിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് സഞ്ജു ഗ്രൂപ്പിലെത്തുന്നത്. എന്നാൽ ഈ മാച്ച് കൊണ്ട് ജഡ്ജ് ചെയ്യപ്പെടേണ്ട ഒരു പ്ലെയറാണോ സഞ്ജു സാംസൺ? ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20-ൽ 7 വിക്കറ്റിന്റെ കിടിലൻ ജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. പല്ലക്കിലയിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 161 എന്ന ഭേദപ്പെട്ട സ്കോറാണ് നേടിയത്. ഇന്ത്യയുടെ ചേസിംഗിനിടെ മഴ വില്ലനായി. തുടർന്ന് ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം വിജയ ലക്ഷ്യം പുനർനിർണയിച്ചപ്പോൾ 8 ഓവറിൽ 78 റൺസായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. വെറും 6.3 ഓവറുകളിൽ ടീം കളി തീർത്തു. അതേസമയം വലിയ പ്രതീക്ഷകളോടെ മത്സരത്തിനിറങ്ങിയ സഞ്ജു പക്ഷേ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ആരാധകർ പോലും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയർത്തി രംഗത്തെത്തിയത്. സത്യത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20-ൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ എത്തേണ്ടിയിരുന്ന താരമല്ല സഞ്ജു. എന്നാൽ ടീമിന്റെ ഉപനായകനായ ശുഭ്മാൻ ഗില്ലിന് മത്സരദിനം പുറം വേദന അനുഭവപ്പെട്ടതിനാൽ രണ്ടാം T20-ൽ സെലക്ഷന് ലഭ്യമല്ലാതെ വരികയും ഇതോടെ സഞ്ജു ടീമിലേക്ക് വരികയുമായിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20-ൽ ശുഭ്മാൻ ഗില്ലിന് പകരക്കാരനായി പ്ലേയിങ് 11-ൽ എത്തിയ സഞ്ജു സാംസൺ ഗില്ലിന്റെ പൊസിഷനായ ഓപ്പണിംഗിലാണ് ബാറ്റിംഗിന് ഇറങ്ങിയത്. എന്നാൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ താരം പുറത്താവുകയായിരുന്നു. വലം കയർ സ്പിന്നർ മഹീഷ് തീക്ഷ്ണ എറിഞ്ഞ കിടിലൻ കാരം ബോൾ സഞ്ജുവിന്റെ സ്റ്റംപ് പിഴുതു. താരം 0-ന് പുറത്ത്. തന്റെ അവസാന ഏകദിന മത്സരത്തിൽ, അതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ സെഞ്ചുറി നേടിയിരുന്ന താരമാണ് സഞ്ജു സാംസൺ. എന്നിട്ട് പോലും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞു. സിംബാബ്വെക്കെതിരായ അവസാന T20-ൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്ന സഞ്ജുവിനെ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള പ്ലേയിങ് 11-ൽ നിന്നും ഇന്ത്യ പുറത്താക്കി. ഞായറാഴ്ച രണ്ടാം T20-ൽ മികച്ചൊരു പ്രകടനം സഞ്ജുവിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ അടുത്ത കളിയിൽ അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പാക്കുമായിരുന്നില്ല എന്ന് ചുരുക്കം. അതേസമയം ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20-ലെ പരാജയം കൊണ്ട് മാത്രം ജഡ്ജ് ചെയ്യേണ്ട ഒരു കളിക്കാരനല്ല സഞ്ജു സാംസൺ എന്നതാണ് വാസ്തവം. വല്ലപ്പോഴും മാത്രം വീണുകിട്ടുന്ന അവസരങ്ങളിൽ അമിത സമ്മർദ്ദം താരത്തെ പിടികൂടുന്നുണ്ട് എന്നത് സത്യം. 2015-ൽ അന്താരാഷ്ട്ര T20-ൽ അരങ്ങേറ്റം കുറിച്ചിട്ടും ഇതുവരെ വെറും 29 T20 മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ലഭിച്ചത്. ഇതിൽ 20.18 ബാറ്റിംഗ് ശരാശരിയിൽ 444 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. 2017-ൽ മാത്രം T20-ൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച ഋഷഭ് പന്തിന് ഇതുവരെ 76 മത്സരങ്ങളിൽ അവസരം ലഭിച്ചു. ഇത്രയും കളികളിൽ 23.21 ബാറ്റിംഗ് ശരാശരിയിൽ 1207 റൺസാണ് പന്തിന്റെ സമ്പാദ്യം. T20-ൽ സഞ്ജുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പന്തിന്റെ പ്രകടനവും അത്ര മികച്ചതല്ല. എങ്കിലും ഇരുവർക്കും ലഭിച്ച മത്സരങ്ങളുടെ എണ്ണം ടീമിൽ സഞ്ജുവിനേക്കാൾ കൂടുതലാണ്. ഗില്ലിന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നതിനാൽ അടുത്ത കളി അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ സഞ്ജു സാംസൺ വീണ്ടും ടീമിൽ നിന്ന് പുറത്താകുമെന്ന കാര്യവും ഇവിടെ ഏറെക്കുറെ ഉറപ്പാണ്.